മുൻമന്ത്രി കെ ടി ജലീലും സരിതാ നായരും ഒന്നിച്ചു നിന്ന് സാക്ഷി പറഞ്ഞതോടെ മുഖ്യമന്ത്രിക്കെതിരെ പരാതി പറഞ്ഞ സ്വപ്ന സുരേഷ് കുടുങ്ങാൻ പോവുകയാണ്. ഒപ്പം പി സി ജോർജും ഉണ്ട് എന്നാണ് പറയുന്നത്. മുഖ്യമന്ത്രിക്കും സർക്കാരിനുമെതിരെ ഒരു കലാപത്തിന് ഗൂഢാലോചന നടത്തി എന്നൊരു കേസിൽ സ്വപ്ന സുരേഷും പി സി ജോർജിനും എതിരെ ക്രൈംബ്രാഞ്ച് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നു. അതായത് നമുക്കറിയാം, പാർട്ടിക്ക് വേണ്ടി പടനയിച്ച് കൂടെ നിന്നവരെതിരെ പോലും ആക്രമണം അഴിച്ചുവിടാൻ സമയം കണ്ടെത്തുന്ന കോൺഗ്രസ് നേതാക്കൾ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയുള്ള ആരോപണങ്ങളെല്ലാം മറന്ന മട്ടാണ്. അതുകൊണ്ട് സർക്കാർ കക്കുകയും ഒപ്പം മുക്കുകയും ചെയ്യുന്നു എന്നത് വളരെ വ്യക്തമായിരിക്കുന്നു. പ്രതിപക്ഷം സമരങ്ങൾ മറന്നൊരവസ്ഥയായതുകൊണ്ട് പ്രതികളെ രക്ഷിക്കാനും മൊഴി നൽകിയവരെ ശിക്ഷിക്കാനും സർക്കാരിന്റെ പോലീസും ക്രൈംബ്രാഞ്ചും ചേർന്ന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. പ്രതിപക്ഷം നിഷ്ക്രിയമാണ് എന്നറിഞ്ഞതുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രിക്കെതിരെ ഇത്രയും നല്ലൊരു ആയുധം നൽകിയ സ്വപ്ന സുരേഷിനെ കുടുക്കാൻ പദ്ധതിയിടുന്നത്. മുഖ്യമന്ത്രിക്കും സർക്കാരിനുമെതിരെ കലാപത്തിന് ഗൂഢാലോചന നടത്തിയെന്ന കേസിൽ സ്വപ്ന സുരേഷിനും പി സി ജോർജിനുമെതിരെ ക്രൈംബ്രാഞ്ചിന്റെ കുറ്റപത്രമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. മുൻമന്ത്രി കെ ടി ജലീലിന്റെ പരാതിയിലാണ് കേസ് എന്നാണ് പറയുന്നത്. ഒപ്പം സരിതാ നായരും ശക്തമായി തന്നെ കൂടെയുണ്ട്. രണ്ടുപേരും ഒന്നിച്ചു നിന്നുകൊണ്ടാണ് എല്ലാ ഗൂഢാലോചനയും കണ്ടത് എന്നാണ് പറയുന്നത്. തിരുവനന്തപുരം അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിലാണ് റിപ്പോർട്ട് നൽകിയത്. ക്രൈംബ്രാഞ്ച് എസ് പി ആയിരുന്ന മധുസൂദനനാണ് റിപ്പോർട്ട് തയ്യാറാക്കി DGPക്ക് മുന്നിൽ നൽകിയത്. ആദ്യം കണ്ടോൺമെന്റ് പോലീസ് രജിസ്റ്റർ ചെയ്ത ഈ കേസ് പിന്നീട് ക്രൈംബ്രാഞ്ചിന് കൈമാറുകയായിരുന്നു. ആരോപണങ്ങൾക്ക് പിന്നിൽ സ്വപ്നയും പി സി ജോർജും ചേർന്നുള്ള വലിയ ഗൂഢാലോചനയാണെന്നാണ് ക്രൈംബ്രാഞ്ചിന്റെ കുറ്റപത്രത്തിൽ പറയുന്നത്. വ്യാജ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പ്രതിപക്ഷ പാർട്ടികളെയെല്ലാം രംഗത്തിറക്കി സമരം നടത്തി വലിയൊരു കലാപം ഉണ്ടാക്കുകയാണ് ഈ രണ്ടുപേരുടെയും ലക്ഷ്യമെന്നാണ് കുറ്റപത്രത്തിലെ കണ്ടെത്തൽ. ഇരുവരും കൂടിക്കാഴ്ച നടത്തിയതിന്റെ തെളിവുകളെ കുറിച്ചൊക്കെ ഈ കുറ്റപത്രത്തിൽ എങ്ങനെയൊക്കെ കാണിച്ചിട്ടുമുണ്ട്. കെ ടി ജലീലും സരിതാ നായരുമാണ് കേസിലെ പ്രധാന സാക്ഷികൾ എന്നാണ് ഈ കുറ്റപത്രത്തിൽ പറയുന്നത്. നല്ല ഒന്നിനൊന്ന് മെച്ചപ്പെട്ട രണ്ട് സാക്ഷികൾ. സരിതാ നായരെ കുറിച്ച് ഞാൻ ഇവിടെ കൂടുതൽ വിശദീകരിക്കേണ്ടുന്ന ആവശ്യമില്ല. കേരളത്തിന്റെ ചരിത്രത്തിൽ തന്നെ അങ്ങനെ ഒരു തട്ടിപ്പ് തരികിട കഥാപാത്രത്തെ ഈ നാട് കണ്ടിട്ടേയില്ല. അതുപോലെ കെ ടി ജലീൽ ഈന്തപ്പഴത്തിന്റെയും മഹത്തായ ഖുറാന്റെയും മറവിൽ സ്വർണം കടത്തിയെന്ന് പറഞ്ഞത് അത് കണ്ടവരാണ്. അതെല്ലാം പോട്ടെ, സ്വജനപക്ഷപാതത്തിന്റെ പേരിൽ ലോകായുക്ത ഇടപെട്ടതുകൊണ്ട് മന്ത്രിസ്ഥാനം രാജിവെച്ച ആളാണ് കെ ടി ജലീൽ. അങ്ങനെയുള്ള രണ്ടുപേർ ചേർന്നാണ് സ്വപ്ന സുരേഷിനെതിരെ സാക്ഷി പറഞ്ഞിരിക്കുന്നത്. സത്യത്തിൽ സ്വപ്ന സുരേഷ് നൽകിയ 164 സ്റ്റേറ്റ്മെന്റ് അഥവാ മൊഴി അത് മജിസ്ട്രേറ്റിന് മുന്നിലായിരുന്നു. ആ കേസ് എന്തായി എന്ന് പോലും ഇപ്പോൾ അറിയുന്നില്ല. അതിനെപ്പറ്റി ചോദിക്കാൻ ഇവിടെ പ്രതിപക്ഷത്തിന് സമയവുമില്ല. പിണറായി വിജയനും കേന്ദ്രത്തിലെ BJPയും നടത്തുന്നത് വലിയ അഡ്ജസ്റ്റ്മെന്റ് ആണ് എന്ന് പറഞ്ഞു നടക്കുന്നത് ഈ നാട് തന്നെയാണ്. ഒപ്പം കോൺഗ്രസ് നേതാക്കളും പറയുന്നു ഇതിനെതിരെ സമരം ചെയ്യുന്നില്ല എന്ന് മാത്രം. സത്യം പുറത്തു കൊണ്ടുവന്ന് പിണറായി വിജയനെ തുറന്നുകാട്ടാൻ ശ്രമിക്കുന്ന ഏറ്റവും നല്ലൊരു അവസരമാണ്, ശ്രമിക്കേണ്ടുന്ന നല്ലൊരു അവസരമാണ് പ്രതിപക്ഷം പാഴാക്കിക്കൊണ്ടിരിക്കുന്നത്. ആ ആനുകൂല്യം മുതലെടുത്തുകൊണ്ട് പിണറായി വിജയന്റെ പോലീസും ക്രൈംബ്രാഞ്ചും എല്ലാം ചേർന്ന് വെളുപ്പിക്കൽ സംഭവം മാത്രമാണ് ഇപ്പോൾ നടത്തുന്നത്. ചോദ്യം ചെയ്തവർക്കെതിരെയുള്ള പീഡനവും കുറ്റപത്രവും നൽകലുമാണ് അവരുടെ പണി. അങ്ങനെ കേരളം കണ്ട ഏറ്റവും വലിയ വിദ്വാൻമാർ സാക്ഷിയാകുകയും സത്യം വിളിച്ചു പറഞ്ഞ സ്വപ്ന സുരേഷ് കുറ്റക്കാരിയാകുകയും ചെയ്തിരിക്കുകയാണ്.